the world's largest railway station, Chongqing East Integrated Transport Hub. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കോംപ്ലക്സ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 301 ഏക്കർ ലാൻഡാണ് ഇതിൻ്റെ ബിൽട്ടപ്പ് ഏരിയ മാത്രം വരുന്നത്. കമ്പാരിസൺ കിട്ടാൻ വേണ്ടി പറയുകയാണെങ്കിൽ ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൻ്റെ എല്ലാ ടെർമിനലുകളും കൂട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഇരട്ടി ഇത് വരും. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ഹബ് കോൺസെപ്റ്റാണ്. അതായത് ഇതിൻ്റെ മുകളിൽ റെയിൽവേ ടെർമിനലാണ്, ഡിപ്പാർച്ചർ കോൺകോഴ്സ്, അതിൻ്റെ അടിയിൽ റെയിൽവേ ട്രാക്കുകൾ, അതിൻ്റെ അടിയിൽ അറൈവൽ ഏരിയ, പിന്നെ അതിൻ്റെ അടിയിൽ ടാക്സി, അതുപോലെ ഇൻ്റർസിറ്റി ബസ്, സിറ്റി ബസ്സുകൾ, ഇതിൻ്റെയൊക്കെ സോണാണ്. 4000-ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ താഴെ മെട്രോ കോൺകോഴ്സും അതിൻ്റെ അടിയിൽ മെട്രോ പ്ലാറ്റ്ഫോമുകളും ആയിട്ടാണ് ഈ ഒരു വലിയ പ്രോജക്റ്റ് വന്നിട്ടുള്ളത്. ജൂൺ അവസാനം ആണ് ഓപ്പൺ ചെയ്യപ്പെട്ടത്. ഘട്ടം ഘട്ടമായിട്ട് സർവീസിന് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇത് ചൈനയുടെ 8 വെർട്ടിക്കൽ ആൻഡ് 8 ഹൊറിസോണ്ടൽ ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ പ്രോജക്റ്റിൻ്റെ ഒരു പ്രധാന കണ്ണിയായിട്ടാണ് വന്നിട്ടുള്ളത്. 29 പ്ലാറ്റ്ഫോമുകൾ, ഒരു ദിവസം പീക്ക് ലോഡിൽ 300-ലധികം ട്രെയിനുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ഉണ്ട്. 2.5 ലക്ഷം പേരെ വരെ ഒരു ദിവസം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു ആർക്കിടെക്ചറൽ മാർവലാണ്, ഒരു ടെക്നോളജിക്കൽ മാസ്റ്റർ പീസ് തന്നെയാണ് ഇത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2000 കാലഘട്ടത്തിൽ, അതായത് 25 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ഹബ് കോൺസെപ്റ്റുകൾ. ചൈനയിലുടനീളം നമുക്കിത് കാണാൻ സാധിക്കും. കഠിനാധ്വാനത്തിലൂടെയും പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ് ഇവർ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഉപകാരവും ഇല്ലാത്ത വിവാദങ്ങൾക്ക് പിന്നിലും വെറുപ്പിന് പിന്നിലുമൊക്കെ പോകാതെ നാടിനും നമുക്കും നമ്മുടെ ഭാവി തലമുറകൾക്കൊക്കെ ഉപയോഗപ്പെടുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ബുദ്ധിയും പരിശ്രമങ്ങളും ചർച്ചകളും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കും ഇത്തരം സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ നടപ്പിൽ വരുത്തുവാനും ഏറ്റവും നല്ല രീതിയിൽ പുരോഗതിയുടെ പാതയിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും അതിന് തയ്യാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇത്തരത്തിലുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള അത്ഭുതകരമായ നിർമ്മിതികൾ, സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പങ്കുവെക്കുക.